പലതും നമ്മുടെ ജീവിതത്തിൽ പലതും നാം ഇട്ട് പോയിട്ടുണ്ട്, ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാം ജീവിത അനുഭവങ്ങളാ. കാരണം എന്താണെന്നറിയാമോ? നാം നമ്മിൽ തന്നിൽ വിധി എഴുതുകയാ. ഇതിനൊരു നീക്കത്തിന് സാധ്യതയില്ല, അടുത്തൊരു ലെവലിലേക്ക് പോകുവാൻ സാധ്യതയില്ല. എനർജി സ്പെൻഡ് ചെയ്യേണ്ട, മണി സ്പെൻഡ് ചെയ്യേണ്ട, ടൈം സ്പെൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് പലതിലും വിരക്തി തോന്നി, പലതും നാം വിട്ടുമാറുമ്പോൾ, പല ചിന്താഗതികൾ നാം അവസാനിപ്പിക്കുമ്പോൾ, ഇന്ന് രാവിലെ ആവർത്തിച്ച് ദൈവാത്മ പറയുന്നു, God will finish what he has started. God finishes what he starts. Hallelujah. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ ആത്മമണ്ഡലം നോക്കിക്കഴിയുമ്പോൾ നാം എല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പലർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഇന്നയാളെ വിടുവിക്കണമേ, ഇന്നയാളെ സഹായിക്കണമേ, ഇന്നയാളെ രൂപാന്തരപ്പെടുത്തണമേ എന്നൊക്കെ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. റൈറ്റ്? 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4, 10, 15, 20 വർഷമൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം റിസൾട്ട് ഉണ്ടായവരെ എനിക്കറിയാം. ആ സമയങ്ങളിലും നീണ്ട് 20 വർഷം എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നറിയാമോ? എൻ്റെ കുടുംബാംഗമാകുന്ന ഈ വ്യക്തി ഞാൻ അറിഞ്ഞ കർത്താവിനെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിപ്പാൻ മുഖാന്തരം ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി തുടർമാനമായി ക്വിറ്റ് ചെയ്യാതെ, ഗീവപ്പ് ചെയ്യാതെ പ്രാർത്ഥിച്ചിട്ട് 10-20 വർഷം കഴിഞ്ഞിട്ട് ആ വ്യക്തികൾ വിശ്വാസത്തിൽ കടന്നു വന്ന ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു, കാലങ്ങൾ നീണ്ടുപോയാലും അരുളി ചെയ്തവൻ ദൈവമെങ്കിൽ, കാലങ്ങൾ വൈകിയെന്ന് തോന്നിയാലും പ്രവചനം ദൈവത്തിൽ നിന്നാണ് വന്നതെങ്കിൽ, ഹല്ലേലൂയ, മാസങ്ങൾ പിന്നിട്ടാലും വർഷങ്ങൾ പിന്നിട്ടാലും ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഇന്ന് രാവിലെ അരുളി ചെയ്ത ദൈവം എൻ്റെ ദൈവമെന്ന് ദൈവത്തിന്റെ മക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അരുളി ചെയ്തത് എൻ്റെ ദൈവമെന്ന് ദൈവത്തിന്റെ മക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതുകൊണ്ട് പുസ്തകം പറയുന്നത് അവൻ ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 വട്ടം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന ടൈറ്റിലുകളും പ്രസംഗിക്കുന്ന വചനങ്ങളും അന്തരീക്ഷത്തിൽ ജൽപ്പനങ്ങളായിട്ട് അവശേഷിക്കുവാനോ ഞായറാഴ്ചയുടെ 10-12 മണിക്കൂറുകൾ മാത്രം ഹൃദയത്തിൽ തട്ടുവാനുള്ളതല്ല. അതിനപ്പുറമായി ഇന്ന് രാവിലെ വിശ്വാസന ശബ്ദങ്ങൾ ദൈവത്തിന്റെ മക്കൾ വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ദൈവം അരുളി ചെയ്തത് 2 വട്ടം ഞാൻ കേട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്ത ആലോചന വീണ്ടും ഞാൻ എന്നിൽ തന്നെ സംസാരിക്കുമ്പോൾ, എൻ്റെ അധരം തുറന്നുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ, God finishes what he starts. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം അത് അരുളി ചെയ്തു, ഞാൻ വീണ്ടും അത് വിശ്വാസത്തോടെ പറയുമ്പോൾ 2ാമത്തെ വട്ടം ഞാനത് കേൾക്കുക. ഇന്ന് രാവിലെ വിശ്വസിക്കുക ദൈവത്തിന്റെ മക്കളെ, do not quit, do not give up, trust in God. എൻ്റെ ദൈവത്തെ സർവശക്തനെന്നും സർവജ്ഞാനിയെന്നും സർവവ്യാപിയെന്നൊക്കെ പറഞ്ഞ്, നിത്യനെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുമ്പോൾ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എന്തെല്ലാം തുടങ്ങിയിട്ടുണ്ടോ കർത്താവ് അതെല്ലാം ഇങ്ങനെ പൂർത്തീകരിക്കും. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം നാം ശ്രദ്ധിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൽ ഓരോ ദിവസവും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരമാണല്ലോ ആരംഭിക്കുന്ന. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴ് ശൂന്യമായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു, ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉളവായി. സകലതും അവന്റെ വാക്യങ്ങൾ ഉളവായി. 1-ാം ദിവസം എന്താണ് സംഭവിച്ചത്? 2, 3, 4, 5, 6 ഈ 6 ദിവസങ്ങളിൽ 6ാമത്തെ ദിവസം മനുഷ്യനുൾപ്പെടെ സകല കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ച ശേഷം 2-ാം അധ്യായം 2-ാം വാക്യപ്രകാരം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 2:2 ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിച്ച്, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? Praise God. When God completed his plan, 6 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് തന്റെ ഡിവൈൻ വിഷ്ണത്തിൽ ദൈവം പ്ലാൻ ഇട്ടെങ്കിൽ, അതിന്റെ പിറകിൽ പർപ്പസ് ദൈവം ചെയ്തെങ്കിൽ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇന്ന് രാവിലെ എന്നെ ബലപ്പെടുത്തുന്ന ഭാഗം എന്ന് അറിയാമോ? ദൈവം തീർത്ത ശേഷം എന്താണ്? താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും, പ്രൈസ് ദി ലോർഡ്, God completed the creation account, what was purpose in his heart. Bible says chapter 2 verse 2, when God
completed that. ഇന്ന് രാവിലെ നമുക്ക് പ്രത്യാശയ്ക്ക് ഒരു വകയുണ്ട്. ഒന്നാം ദിവസമോ രണ്ടാം ദിവസമോ ചിലർ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസങ്ങളെ വാക്വമായി എംറ്റി ആയിട്ട് വിട്ടുപോകുന്നവനല്ല. എൻ്റെ കർത്താവ് തൻ്റെ ജനമാകുന്ന നമ്മെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും 6-ാം ദിവസം സൃഷ്ടിച്ചെങ്കിൽ അതിൻ്റെ പിറകിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് 7-ാം ദിവസത്തിൽ വചനം പറയുന്നു തൻ്റെ പ്രവൃത്തിയൊക്കെ ദൈവം തീർത്ത ശേഷം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് 7-ാം ദിവസം നിവൃത്തനാകുവാനായിട്ടിടയായി. എന്താ സന്ദേശം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം എന്ത് ചെയ്യും? പറഞ്ഞേ, ദൈവം തികയ്ക്കും. സൃഷ്ടിയെ നോക്കി എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ശാസ്ത്രമൊക്കെ വലിയ മിടുക്കുകളൊക്കെ പറയുന്നെങ്കിലും ഇന്ന് രാവിലെ എന്തൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ അതാണ് ഓരോ കാലഘട്ടത്തിലും കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഓരോ കാലഘട്ടത്തിലും നിവർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആണോ പ്രിയപ്പെട്ടവരെ? ആണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കാരണം എൻ്റെ ദൈവത്തിന് ഒരു എറർ പോലും സംഭവിക്കത്തില്ല. ആവർത്തിച്ച് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു. പലരും പറയാറുണ്ട് ഞാൻ എന്തിനാ ഭൂമിയിൽ ജനിച്ചത്. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ സ്വർഗത്തിലെ അപ്പന്റെ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ വചനം അർത്ഥശങ്കയില്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു വ്യക്തി പോലും ദൈവത്തോട് പറയരുത് എന്തിനാണ് എന്നെ ഭൂമിയിൽ ജനിപ്പിച്ചത്. I think you follow me. പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ, പല ശാപവാക്കുകൾ കടന്നു വരുമ്പോൾ, പലപ്പോഴും പല ചോദ്യങ്ങൾ നാം ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ വചനം കൊണ്ട് ദൈവത്തിന്റെ മക്കൾ മറുപടി പറയണം. I need to encourage myself in the Lord by hearing the word of God. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. കാരണം അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്. എൻ്റെ ദൈവം സർവവ്യാപിയാ. മനുഷ്യന് തെറ്റ് പറ്റും, എൻ്റെ ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. മനുഷ്യൻ പറയും അബദ്ധത്തിൽ സംഭവിച്ചു, എൻ്റെ ദൈവം അങ്ങനെ വാക്ക് പറയത്തില്ല. മറിച്ച് വചനം പറയുന്നു യഹോവയാൽ സംഭവിച്ചു. Praise the Lord. അബദ്ധമല്ല, ആക്സിഡന്റ് അല്ല പ്രിയപ്പെട്ടവരെ. This is the Lord's doing. നിന്റെ ജന്മം കർത്താവിന്റെ ഡൂയിങ്. We all come from God through our biological parents. നമ്മുടെ എല്ലാം ജന്മം എവിടുന്ന് വരുന്നതെന്ന് അറിയാമോ? ദൈവത്തിൽ നിന്നാ. പിന്നെ ഒരു ബയോളജി ഉണ്ടല്ലോ, ഒരു അനാറ്റമിയും ബയോളജിയും അതിന്റെ ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ. അത് ഹ്യൂമൻ പാരന്റ്സിൽ നിന്ന് വരുന്നതാ. അൾട്ടിമേറ്റ്ലി ഇന്ന് രാവിലെ ദൈവമക്കൾ വിശ്വസിക്കണം, എൻ്റെ ജന്മം വരുന്നത് എൻ്റെ ദൈവത്തിൽ നിന്നാ. ആ ദൈവത്തിന് അബദ്ധം സംഭവിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. എറർ ഈസ് ഹ്യൂമൻ. മനുഷ്യൻ എറർ സംഭവിക്കും, നെവർ വിത്ത് ഗാഡ്. സ്തോത്രം. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ കംപ്ലീഷൻ ആണല്ലോ നാം ഈ 2 ആഴ്ചയായിട്ട് എടുക്കുന്ന ടൈറ്റിൽ. ദൈവം ചെയ്യുന്നതിനെ ദൈവം പൂർത്തീകരിക്കും എന്നുള്ള ആപ്തവാക്യം. കഴിഞ്ഞ ഞായറാഴ്ചയും ഈ ഞായറാഴ്ച ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളുടെ ആത്മാവിനത് ചൈതന്യവും മാനസിക മണ്ഡലങ്ങൾ ഉദ്ധാരണവും ഏറിയ ദൈവകൃപയ്ക്കും കാരണമാകട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ നോക്കുമ്പോഴും ഒരിക്കൽ ശിഷ്യന്മാർ ഭക്ഷണത്തിന് വേണ്ടി പോയി തിരികെ വന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും 4-ാം അധ്യായത്തിൽ. ഏത് പുസ്തകം എന്നറിയാമോ? യോഹന്നാനിൽ. എടുക്കേണ്ട 4-ാം അധ്യായത്തിൽ സ്ക്രീനിൽ വേണേൽ കൊണ്ടുവന്നു. ജോൺ ചാപ്റ്റർ 4:34. ഭക്ഷണമായിട്ടൊക്കെ കടന്നു വന്നപ്പോൾ കർത്താവ് ഈ ശമര്യക്കാരി സ്ത്രീയോടൊക്കെ സംസാരിച്ച് ഒരു ആത്മാവിനെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ ചിന്തിച്ച് കണ്ട് ഒരുപക്ഷെ കർത്താവ് ഭക്ഷണം കഴിച്ചു കാണുമെന്ന്. ആ ഭക്ഷണത്തിന്റെ വിഷയം ശിഷ്യന്മാർ എടുത്തിട്ടപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത അവന്റെ പ്രവൃത്തി. See the desire of the Son of God. He is asking the whole humanity why I was being sent by Father. There's a clear vision. There's a clear purpose. There's a clear undertaking. For me, the food is not the physical one, but my stomach gets full
when I accomplish for the purpose what has been sent by myself, by the Father. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നെ ഭൂമിയിലേക്ക് അയച്ചതാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചിലത് തികച്ചെടുക്കുവാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കൾക്ക് പറയാൻ ഒക്കുമോ? എൻ്റെ ദൈവം തൻ്റെ പദ്ധതികൾ തികയ്ക്കുന്നവനാ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു വന്നതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? ദൈവം God won't leave you unattended. അവൻ നമ്മളെ ഇങ്ങനെ കൈവിട്ട് പോകുന്നവനല്ല. ചിലത് വിസിബിൾ ഐസിൽ പലതും കാണാനായിട്ട് ഒക്കുന്നില്ലെങ്കിലും ഇന്ന് രാവിലെ ആത്മാക്കണ്ണ് തുറന്നുകൊണ്ട് ഇൻവിസിബിൾ ആയിൽ കൂടെ ദൈവത്തിൻ്റെ മക്കൾ ചില കാഴ്ചകൾ കാണുവാൻ തയ്യാറാകണം. സ്വർഗത്തിലെ ദൈവം സൃഷ്ടിയെ അതിൻ്റെ ഓർഡറിൽ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ പ്രവൃത്തി തികച്ചവനെങ്കിൽ, സൃഷ്ടി പാപം ചെയ്തപ്പോൾ ആ സൃഷ്ടിയെ ദൈവം സ്നേഹിച്ച നിമിത്തം മനുഷ്യനെ തന്റെ മക്കളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തന്റെ ഓമനകുമാരനാകുന്ന കർത്താവിനെ വിട്ടെങ്കിൽ ഒരു പർപ്പസോടുകൂടെ പുത്രനാകുന്ന ക്രിസ്തുവിനെ വിടുകയാണ്. ആ പർപ്പസ് തിരിച്ചറിഞ്ഞ പുത്രൻ പറയുകയാണ്, I need to complete what has been entrusted on me. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഞാനൊന്ന് തികയ്ക്കണം. എന്റെ പിതാവിന്റെ പ്രവൃത്തി തികയ്ക്കണം. അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ പ്രവൃത്തിയെ തികയ്ക്കുന്നവൻ. ഇനി തൻ്റെ ഐഹിക കാലഘട്ടത്തിൽ ശുശ്രൂഷയിൽ ദൈവം പ്രവൃത്തികളെ തികയ്ക്കുന്ന ദൈവമെന്ന് തൻ്റെ ശുശ്രൂഷകൾ കൂടെ തെളിയിച്ച് ആ പ്രവൃത്തിയുടെ സാക്ഷാത് പൂർത്തീകരണം കാൽവരി ക്രൂശിൽ യോഹന്നാൻ 19 നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കണം. ക്രൂശിൽ കിടന്നുകൊണ്ട് ദാഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവന് പുളിച്ച വീഞ്ഞ് എന്ത് ചെയ്തു? കുടിപ്പാൻ കൊടുത്തു. അതിനുശേഷം കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? ടെറ്റ്ലസ്റ്റായി സകലതും, ദൈവമക്കളെ എന്ന് പറഞ്ഞ സകലതും എന്ത് ചെയ്തു? നിവൃത്തിയായി. നോക്കിയേ, നിവൃത്തിയായി എന്ന് പറഞ്ഞ് നമ്മൾ അഡീഷണൽ വാക്കി വിടും, സ്വന്തം തോളി തല വായിച്ചത്. അങ്ങനെ സ്വന്തം തോളൊന്നും ഇല്ല, എഴുതിയിട്ടില്ല. നിവൃത്തിയായെന്ന് പറഞ്ഞ് തല ചായ്ച്ച് നിശ്ചയമായിട്ട് അങ്ങോട്ട് നമ്മൾ പിന്നെ അങ്ങ് ആഡ് ചെയ്യുവാണ്. തല ചായ്ച്ച ആത്മാവിന് എന്ത് ചെയ്തു? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ഫിനിഷ്. സോ മൈ പോയിന്റ് ഈസ്, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സൃഷ്ടിപ്പിൽ ഓരോ ദിവസവും തൻ്റെ പ്രവൃത്തിയെ ദൈവം തികച്ചു. ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിൽ കൂടെ ഓരോ ദിവസവും പ്ലാൻ ചെയ്തതനുസരിച്ച് ഞാൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു, എവിടെ പോകണം, ഏത് ഗ്രാമത്തിൽ പോകണം, ഏത് ബോർഡർ ക്രോസ് ചെയ്യണം, ഏത് രാത്രി പ്രാർത്ഥിക്കണം, ഏതൊക്കെ രാത്രികളിൽ യാത്ര ചെയ്യണം, ഏതൊക്കെ ഷോറിൽ പോകണം, അത് എപ്പോൾ ചെല്ലണം. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ അജണ്ട ദൈവത്തിൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ശിഷ്യന്മാരുടെ ഒരു കഷ്ടകാലം. കർത്താവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാം, പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഇക്കരയ്ക്ക് പോകാം, പിന്നെ അങ്ങോട്ട് പോകാം, ആ ഗ്രാമത്തിലേക്ക് പോകാം, ഈ ഗ്രാമത്തിലേക്ക് പോകും. പാവം പിടിച്ച ശിഷ്യന്മാരുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച്. അവരെയൊക്കെ ഒന്ന് കാണണം കേട്ടോ. സ്വർഗത്തിൽ പോയി അവരെയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പലതും ചെയ്യാനേ ബുദ്ധിമുട്ടാ. എന്നാൽ ശിഷ്യന്മാരുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ ദിവസം എപ്പോഴാണ് ആരംഭിക്കുന്നത്, ഓരോ ദിവസം എപ്പോഴാണ് അവസാനിക്കുന്നത്. എപ്പോഴെങ്കിലും വല്ലതും കഴിച്ച്, കർത്താവ് ദൈവപുത്രനെ കാര്യം ശരിയാ, എപ്പോഴെങ്കിലും വല്ലതും കഴിച്ചെങ്കിലായി. വിശക്കുമ്പോൾ പോകുന്ന വഴി എന്ത് ചെയ്യുമോ പാവത്തങ്ങള്? സ്തോത്രം. ചിന്തിക്കാറുണ്ടോ? ഈ പാവത്തങ്ങളെല്ലാം വിട്ടെറിഞ്ഞിട്ട് എന്തിനാ ഇറങ്ങി തിരിച്ചെന്നറിയാമോ? നിങ്ങൾക്കും പോകാമെന്ന് കർത്താവ് ഒരിക്കൽ പറഞ്ഞു. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകത്തില്ലെന്ന് പറഞ്ഞു വല വിട്ട്, പടക് വിട്ട്, സാഹചര്യങ്ങൾ വിട്ട് കർത്താവിനോട് കൂടുതൽ ശിഷ്യന്മാർ കൂടിയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ അവർ അധ്വാനിച്ചു, അത്യധികം അധ്വാനിച്ചു. അവർ കഷ്ടപ്പെട്ടു, രാത്രികൾ പകലാക്കി. പല സ്ഥലങ്ങളിൽ ഭക്ഷണമില്ലായിരുന്നു, പലയിടത്തവർക്ക് വിശ്രമമില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ എന്തിന്റെ ഭാഗമാണെന്നറിയാമോ? സ്വർഗത്തിലെ
ഉന്നതനാകുന്ന ദൈവം തന്റെ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട്, തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കൊണ്ട് തന്റെ രക്ഷന്റെ വേലയെ തീർത്തുകണമെന്നും പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് അത് ക്രൂശിൽ ക്രൂശിതനായി കിടക്കുമ്പോൾ, സുബോധത്തോടുകൂടെ കിടക്കുമ്പോൾ, പുളിച്ച വീഞ്ഞു കുടിച്ചതിന് ശേഷം എന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞു എന്നറിയാമോ? സ്തോത്രം, സകലതും നിവർത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ കർത്താവ്, ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ്, ഞാൻ പിൻപറ്റുന്ന എന്റെ കർത്താവ്, തന്നെ സ്നേഹിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നെ ഭയപ്പെടുന്ന, തന്നെ ബഹുമാനിക്കുന്ന തന്റെ ജനത്തോട് വിളിച്ചു പറയുന്നു, എന്തെല്ലാം ഞാൻ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി വഴിക്കിയ പ്രോജക്റ്റ് നിർത്തത്തില്ല, ഞാൻ നിവർത്തീകരിക്കുന്ന ദൈവം. അന്യരാജ്യത്തൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഡൽഹി പോയി താമസിക്കണതിൽ ബുദ്ധിമുട്ടാ. അങ്ങനെയാകുമ്പോൾ കടലുകളൊക്കെ താണ്ടി ഈ രാജ്യത്തൊക്കെ വരുമ്പോൾ പലപ്പോഴും പുറകോട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അബദ്ധം പറ്റിയതോ? ആരും ചോദിക്കാറില്ല. പെർഫെക്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന പദവാ അബദ്ധം. അബദ്ധമാണോപ്പാ? വേണമായിരുന്നോ? We have a God who ordains my steps. Hallelujah. Hallelujah. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവാലോചന പ്രകാരം മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ധൈര്യപ്പെടുവാനായിട്ടൊരു വചനമുണ്ട്. നീ എൻ്റെ ആലോചനയിൽ മുന്നോട്ട് പോകുന്നൊരു ദൈവത്തിന്റെ പൈതലെങ്കിൽ, ദാവീദ് പറഞ്ഞു, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. പറഞ്ഞോ പിന്നത്തേതിൽ ഇപ്പോൾ അനുഭവിക്കുന്ന യാതനകളും വ്യഥകളും ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ വാഗ്ദത്തത്തിന്റെ ബേസിലാണ് നീ യാത്ര ചെയ്യുന്ന പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ, മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുന്ന അടുത്ത ചില മഹത്വമേറിയ പദ്ധതികളെ അൺവേൽ ചെയ്യുന്ന, വഴികളെ തുറക്കുന്ന, വാതിലുകളെ തുറക്കുന്ന ഷൂഡാരാഭാരഹസ്യാന്തരാധകൾ കോരശിനോട് ദൈവം അരുളി ചെയ്തു, ദൂതനെ മുന്നമേ വിട്ടിട്ട് എന്ത് ചെയ്യും? ദുർഘടങ്ങളെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിരപ്പാക്കുന്നൊരു ദൈവം, ഇരുമ്പോടാമലുകളെ ഖണ്ഡിക്കുന്നവനാകുന്ന ദൈവം, താമര കഥകളെ സ്തോത്രം നശിപ്പിക്കുന്നവനാകുന്ന ദൈവം, കഥകൾ തുറന്നിരിക്കുവാൻ കൽപ്പിക്കുന്ന ദൈവം, തുറക്കപ്പെട്ട വാതിലുകൾ അടയാതിരിക്കുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവം, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളെ, ഗുപ്തനിധികളെയും തന്റെ ജനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ വിശ്വസിക്കുക. ഹല്ലേലൂയ. താഴ്വരകളെ സ്വർഗം എന്തെന്നറിയാമോ? നികത്തും. സ്തോത്രം. പർവ്വതങ്ങളെ ദൈവം എന്തെന്നറിയാമോ? സ്തോത്രം. താഴ്വരകളെ ഫില്ല് ചെയ്യുന്ന കർത്താവ് പർവ്വതങ്ങളെ ഇടിച്ചെന്ത് ചെയ്യും? നിരത്തും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ക്രൂക്കഡ് പാത്സ് ഉണ്ടല്ലോ, വളഞ്ഞ വഴികളൊക്കെ എന്നെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. നേർ വഴിയാക്കി മാറ്റും, നേരെയാക്കി മാറ്റും. മൈ ഗോഡ് വിൽ സ്ട്രെയിറ്റൻ ഓൾ ദ ക്രൂക്കഡ് പാത്സ് അഹെഡ് ഓഫ് മീ. ഇന്ന് രാവിലെ വിശ്വസിക്കുക. He will fill the valleys and he will level the mountains. ദൈവാത്മാവ് ഇന്ന് രാവിലെ ആരോടോ വിളിച്ചു പറയുന്നു, He will fill the valleys, He will level the mountains and He will straighten the crooked path. ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഒന്ന് കരകളടിച്ച് ദൈവത്തെ ആരാധിക്കാമോ? നീ വാലി കാണുന്നുണ്ടോ? ഹല്ലേലൂയ. നീ ഇരുട്ട് കാണുന്നുണ്ടോ? നീ താഴ്വര കാണുന്നുണ്ടോ? നിന്റെ മുമ്പിൽ വലിയ പർവ്വതങ്ങൾ കാണുന്നുണ്ടോ? ഇന്നലെ ആത്മാവ് വിളിച്ചു പറയുന്നു, പർവ്വതങ്ങൾ ഇടിച്ചിടുന്ന ഒരു ദൈവം, താഴ്വരകളെ നികത്തുന്ന ഒരു ദൈവം. ഓ വൈഡമാ സന്ധര ജാനകക്ഷേ വേദാരഘടക സത്തുരാധകക്ഷസ്യ.
അതിൻ്റെ ഏറ്റവും ദൈവപ്രവൃത്തിയുടെ ശ്രേഷ്ഠമായ വാക്യമാ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാ. എത്ര പേർ കഴിഞ്ഞ ആഴ്ച ഭവനങ്ങളിൽ പോയി അത് വായിച്ചു ധ്യാനിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഫിലിപ്പിയൻസ് 1:6 എന്താണെന്നറിയാമോ? വളരെ കോൺഫിഡൻസോടുകൂടെ ഞാൻ സ്ക്രീനിലൊന്നും കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളൊന്ന് വായിച്ചേ. അല്ല, മലയാളത്തിൽ 4. മലയാളത്തിൽ ചാപ്റ്റർ 1:4. സോറി, ഇംഗ്ലീഷിൽ ഫോളോ ചെയ്തുകൊണ്ട് 1:4. 1:4 എന്താ വായിച്ചത് നമ്മൾ? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങൾ ഈ വേർഷൻ ഒന്ന് നോക്കിയേ. ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു. എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാമല്ലോ നമുക്ക്. എല്ലാവരും ഒന്ന് വായിച്ചു. ഈ 1:6 മറ്റൊരു വേർഷനിൽ എഴുതിയേക്കുന്ന വാക്യമാണ്. എല്ലാവരും വായിച്ചോ? രാവിലെ ആരും കാപ്പി പോലും കുടിച്ചില്ലേ? അതോ ദൂരമായതുകൊണ്ട് വായിക്കാൻ ഒക്കാത്തതാണോ? പ്രത്യാശയുടെ വചനങ്ങളൊക്കെ വേർഷനൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ പ്രത്യാശയോട് കൂടെ നോക്കിയേ. There has never been the slightest doubt in my mind. There has never been the slightest doubt in my mind that the God who started this great work in you would keep at it and bring it to a flourishing finish. Flourishing finish. Come on, church. Flourishing finish. Flourishing finish. നമ്മുടെ നാട്ടിലെ ചില റോഡ് പണിയൊക്കെ തീർത്തിട്ട് ചുമ്മാ ഉദ്ഘാടനം നടത്തുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. ഞാനൊരു പാർട്ടിയുടെ ആളല്ലേ. എന്നാലും പല പണികളൊക്കെ നടത്തി സമയബന്ധിതമായിട്ട് വെള്ളിയാഴ്ച ഉദ്ഘാടനം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലെങ്കിൽ തലേ രാത്രി വെള്ളത്തിനകത്താണെങ്കിലും ടാർ കൊണ്ടിട്ടൊക്കെ അടച്ചു പിറ്റേ ദിവസം ഉദ്ഘാടനം നടത്തി നമ്മൾ കാണാറുണ്ട്. അതൊക്കെ സിംപ്ലി ഫിനിഷിംഗ് വർക്കാ. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആരാധിക്കുന്ന കർത്താവിന്റെ വർക്കിന്റെ ബ്യൂട്ടി എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ ഫ്ലറിഷിംഗ് ഫിനിഷിംഗ്. പറഞ്ഞാട് ദൈവത്തിന്റെ മക്കളെ, എ ഫ്ലറിഷിംഗ് ഫിനിഷ്. A flourishing finish. A flourishing finish. ദൈവഭക്തനാകുന്ന പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ ഹൗസ് അറസ്റ്റിൽ കിടക്കുമ്പോൾ, ചെങ്ങലക്കിട്ടിരിക്കുമ്പോൾ, എപ്പഫ്രോഡിറ്റോസിന്റെ കയ്യിൽ എഴുത്തെഴുതി കൊടുത്തു വിടുമ്പോൾ, ഞാൻ വിശ്വസിച്ച് താനല്ലേ എഴുതുന്നതാ, താൻ ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പഫ്രോഡിറ്റോസ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നതാ. തന്റെ മടക്ക യാത്രയിൽ ലേഖനം ഫിലിപ്പിയ സഭയെ കൊണ്ട് എത്തിക്കണം. അങ്ങനെ എഴുതുമ്പോൾ തന്റെ ദാസൻ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, സ്തോത്രം, അനുഭവസ്ഥനാകുന്ന പൗലോസ്, കർത്താവിനെ അറിഞ്ഞവൻ, കർത്താവിനെ അനുഭവിച്ചവൻ. സ്തോത്രം. ആ പൗലോസ് എഴുതുകയാണ്, there has never been the slightest doubt in my mind. സുവിശേഷ നിമിത്തം ജയിലിലായിരിക്കുമ്പോഴും 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ ബന്ധനം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൗലോസിനെ ബന്ധിക്കുമ്പോഴും സുവിശേഷത്തെ ബന്ധിക്കാൻ സീസറിന് കഴിയത്തില്ല, ദൈവശക്തിയെ ബന്ധിപ്പാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കൾ ഓർത്തോണം, പല സാഹചര്യങ്ങൾ ബന്ധിക്കപ്പെട്ടാലും എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും എൻ്റെ ദൈവത്തിന്റെ അരുളപ്പാടും നിന്നോട് നിന്റെ കുടുംബത്തോട് തലമുറയോടുമുള്ളതാ. പിശാചിനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നിനെയും പിശാച് നിനക്ക് തൊടുവാൻ കഴിയത്തില്ല. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവം കൽപ്പിച്ച ഒന്നിനെ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല. ഉന്നം വെച്ച വയലിയുടെ മുനയെ ഓടിച്ചുകൊണ്ട്
തന്റെ ജനത്തിന് വേണ്ടിയുള്ള ദൈവ പദ്ധതികളെ പൂർത്തീകരിക്കുന്ന ദൈവത്തെ അടുത്തും അനുഭവിച്ചും അറിഞ്ഞ പൗലോസ് പറയുകയാണ്, he was writing to the church at Philippi, I never had even a slightest doubt in my mind. എൻ്റെ മനസ്സിൽ ഈ ബന്ധനത്തിൽ കിടക്കുമ്പോഴും എനിക്കൊരു അല്പം പോലും സംശയമില്ല, എൻ്റെ ദൈവത്തിന്റെ കൺട്രോൾ സകലത്തിന്റെ മേലുമുണ്ട്. He who began a good work in you will bring to a flourishing finish. ദൈവത്തിന്റെ മക്കൾ എത്ര ഒരു പ്രാർത്ഥിക്കാറുണ്ട്, വചനമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെ പിന്നെ നമ്മളെന്തിനാ വിളിച്ചപേക്ഷിക്കുന്നത്? നമ്മുടെ പലരും കഴിഞ്ഞ ദിവസമൊക്കെ വയ്യാതെ കിടന്നു പ്രായമുള്ളവരൊക്കെ ഒന്ന് വിളിച്ചപ്പോൾ എന്നോട് പറയുക, പാസ്റ്ററെ വല്ലവിധേന ഞായറാഴ്ച ഒന്ന് സഭായോഗത്തിന് വരണമെന്നൊരാഗ്രഹം. ഓ, ദാറ്റ്സ് എ പാഷൻ. വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്, സ്തോത്രം. എന്നാൽ ഇപ്പോഴും ബുദ്ധിമുട്ടി ഭവനങ്ങളായിരിക്കുന്നവരുണ്ട്, സ്തോത്രം. ദൈവത്തെ അറിഞ്ഞ ഭക്തൻ പറയുക, എനിക്കൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല, ദൈവത്തിൻ്റെ ഫിനിഷിങ് പ്രോഡക്റ്റ്, ഈ ടെസ്റ്റഡ് ഓക്കെ എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ വാറണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ പലതും പോക്കടിക്കുന്ന പല പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലൊക്കെ വരാറുണ്ട്. എന്നാൽ ദൈവം വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതിന് കുറവ് കാണത്തില്ല, സ്തോത്രം, അതിന് ഊനം കാണത്തില്ല. ഇന്ന് രാവിലെ വിശ്വസിക്കണം, ദൈവം തരുന്ന ചില പ്രോഡക്റ്റുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയാം? ദാറ്റ്സ് എ ഫ്ലറിഷിംഗ് ഫിനിഷ്. ആത്മക്കണ്ണിൽ ഞാൻ പറഞ്ഞു, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ക്രിസ്തുവിനോടുള്ള സമാധാനം, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാനായിട്ടിടയായി ദിനംതോറും തുടങ്ങിയ നീതീകരണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തുടക്കം തന്നു, കർത്താവ് ക്രിസ്തുവിൽ നമ്മെ നീതീകരിച്ചു. ഓൾറെഡി വി ഹാവ് ബീൻ ജസ്റ്റിഫൈഡ്. ഓൾറെഡി നീതീകരിക്കപ്പെട്ട നമുക്ക് ക്രിസ്തുവിനോട് സമാധാനം. ദൈനംദിന ജീവിതത്തിൽ പാപമംഗലമാകുന്ന അനുഭവത്തിൽ കൂടെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ പാപത്താൽ അങ്കി കേടുപറ്റാതെ നാം സൂക്ഷിക്കണം. എങ്കിൽ തന്നെ മനുഷ്യരാണല്ലോ, ഏതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ നമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ രക്തവും. സ്തോത്രം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ദിനംതോറും മുന്നോട്ട് പോയിക്കൊണ്ട് തൻ്റെ മക്കളാകുന്ന നാം, റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം, അങ്ങനെ സാങ്ക്ടിഫിക്കേഷൻ നടന്ന, ശുദ്ധീകരണം നടന്ന, വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ സഭ. അത് ഇസ്രായേലിൽ പോയാലും ഇന്ത്യയിൽ പോയാലും എവിടെ പോയാലും എന്ത് സംഭവിച്ചാലും നമ്മുടെ പ്രത്യാശ എന്തെന്നറിയാമോ? പ്രാണപ്രിയനാകുന്ന കർത്താവ്. 10-24 മണിക്കൂറായിട്ട് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴൊക്കെ പത്രമൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാ. സ്തോത്രം. എൻ്റെ കേന്ദ്രബിന്ദുവിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. വല്ല വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ പോകുന്ന മെസ്സേജിൽ ഈ ഭാഗങ്ങളൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. രാജ്യങ്ങളോ സ്ഥലങ്ങളോ വിഷയങ്ങളോ ഞാൻ കൊണ്ടുവരുന്നില്ല. സംഭവം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. Almost focused ആയിക്കൊണ്ടിരിക്കുക, which means the day of completion. The day of completion. The day of completion is nearing. 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 ഏതാ ഡേ ഓഫ് കംപ്ലീഷൻ അറിയാമോ? The day that Jesus will appear on the clouds. Hallelujah. Hallelujah. പ്രത്യാശയുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, പ്രത്യാശയുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. The day of completion is nearing at hand. എൻ്റെ പ്രാണപ്രിയനാകുന്ന കർത്താവിൻ്റെ മടങ്ങി വരവ് സഭയെ
പ്രാണപ്രിയനാകുന്ന കർത്താവിന്റെ മടങ്ങി വരവാ. Any moment from now that the church could expect the return of the Christ Jesus. ഇന്ന് രാവിലെ പ്രത്യാശയോടുകൂടെ ഈ രാവിലെ ദൈവസന്നിധിയിലായിരിക്കുക. ഒരു വാക്യം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. സംഖ്യ 23:19. എൻ്റെ മെസ്സേജിന്റെ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് ഞാൻ വരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ആദ്യത്തെ ഭാഗം ദൈവത്തെ പ്രകീർത്തിക്കുന്നതാ. കാരണം God will never lie. ആണോ? സ്തോത്രം. And he doesn't need to repent because he is not a human. സ്തോത്രം. Or son of man. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ മനുഷ്യപുത്രനല്ല. അടുത്ത 2 ചോദ്യം ദൈവസഭയെ ആൻസർ ചെയ്യേണ്ടുന്നതാ. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? നിങ്ങൾ ആൻസർ പറ. ദൈവപ്രവൃത്തി നടക്കാതിരിക്കുവാൻ എത്ര ഒപ്പോസിഷൻ ശ്രമിച്ചാലും, നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ നടപ്പിൽ വരുത്താതിരിക്കുവാൻ ദുഷ്ടശക്തികൾ ശ്രമിച്ചാലും, ഈ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. 22, 23 അധ്യായങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കരുത് ദൈവമക്കൾ, ശ്രദ്ധിക്കുക. 3 ശക്തികൾ ഒരുമിച്ച് വരികയാ. സ്തോത്രം. ഏതൊക്കെ ശക്തികളാ? ഒന്ന് ബാലാക്ക്, അവരുടെ ദേവനായിരിക്കുന്ന ബാൽ. ഇപ്പോൾ ഒരു ദൈവദാസനും കൂടെ അവരുടെ കൂടെ കൂടി. പേരെന്തുവാ? അവരുടെ കൂടെ കൂടി ദൈവദാസന്റെ പേരെന്തുവാ? ബിലയാം. ഇവർ 3 പേരും ഒറ്റ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ദൈവപ്രവർത്തിക്കെതിരെ ഒപ്പോസിഷന് വരുമ്പോൾ, ആരെല്ലാം നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ യുദ്ധം കൂട്ടി, കോപ്പുകൂട്ടി, യുദ്ധമുണ്ടാക്കി, ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ നടുവിൽ സംഭവിക്കാതിരിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാതിരിക്കുവാൻ, ദൈവത്തിന്റെ മക്കളെ ആര് ശ്രമിച്ചാലും, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്തോത്രം, God will finish what he has started. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുകയാണ്, ഏതെല്ലാം ശക്തികൾ ഒരുമിച്ച് വന്നാലും, ബിലയാം പ്രവാചകൻ വന്നാലും, ബാലാക്ക് രാജാവ് വന്നാലും, ബേലാകുന്നവരുടെ ദൈവം വന്നാലും, ഇന്ന് രാവിലെ വിശ്വസിച്ച് പ്രാർത്ഥന മക്കളോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം അരുളി ചെയ്തത് നിവർത്തീകരിക്കും. എന്റെ ദൈവം കൽപ്പിച്ചത് അത് അതുപോലെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഇനി അടുത്തതാ, പ്രവാചകനാകുന്ന ബിലയാം ആദ്യം പ്രവചിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ വന്ന, രണ്ടാമതൊന്ന് സ്ഥലം മാറ്റി നോക്കി. ചിലരൊക്കെ ഉണ്ടല്ലോ, ചില ആൾക്കാരൊക്കെ സ്ഥാനമൊക്കെ മാറ്റി കുറ്റിയൊക്കെ അടിച്ച് നോക്കുന്ന പോലെ ഒന്ന് സ്ഥലം മാറ്റി നോക്കി. ഇവിടെ നിന്നൊന്ന് മാറി ആ കൊടുമുടിയുടെ മണ്ടയ്ക്കൊന്ന് ചെന്ന് അവിടെ വെച്ചൊന്ന് ശപിച്ചാൽ ചിലപ്പോൾ സംഭവം നടക്കും. ഇന്ന് രാവിലെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, എനിക്കൊന്ന് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സംഖ്യ 23:13 വാക്യം ദൈവത്തിന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. 23:11 ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്തും കാണേണ്ടതിന് എന്നോട് കൂടെ വരിക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അങ്ങോട്ട് പോയി. എന്താ സംഭവിച്ച? വേഴ്സ് 21 ശ്രദ്ധിച്ച ദൈവത്തിന്റെ മക്കൾ, പ്രൈസ് ദി ലോർഡ്.
യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ട ദർശിപ്പാനില്ല. അവന്റെ ദൈവമാകുന്ന യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്, കാട്ടുപോരിന് തുല്യമായ ബലമുണ്ട്. യാക്കോബിൽ തിന്മ കാണാനില്ല, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോരിന് തുല്യമായ ബലം അവനുണ്ട്. അടുത്തതാ ദൈവമക്കൾ എല്ലാവരും വായിച്ചാട്ടാ. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ചേർന്ന് വരികയില്ല. ഹല്ലേലൂയ. ആ വിചാരം വന്നാലും ലക്ഷണവിദ്യ വന്നാലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, what God started, He will finish. രാധാരേജ വേദഗാന ശബ്ദരക്ഷ വൈഡാമാന അർത്ഥരക്ഷ വേദകരക്ഷ വൈഡാമാന ഉടന ഹസ്ത രാജ രക്ഷസ്യാന്തര. സ്ഥലം മാറിപ്പോയി ശപിച്ചാലും, ക്ഷേത്രങ്ങൾ മാറി മാറി നേർച്ച കഴിച്ചാലും, എന്ത് സംഭവിച്ചാലും, ആരോടോ ദൈവാത്മാവിന്ന് രാവിലെ ശക്തമായിട്ട് പറയുക, രാജ്യമെതിരായാലും രാജാവെതിരായിരുന്നാലും അധികാരസ്ഥന്മാരെതിരായി വന്നാലും, സ്ഥലം മാറ്റി പ്രവചിച്ചാലും, സ്ഥലം മാറ്റി ശപിച്ചാലും, സ്ഥലം മാറ്റി ആവിചാരം നടത്തിയാലും, സ്ഥലങ്ങൾ മാറ്റി ലക്ഷണവിദ്യ നടത്തിയാലും, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് ദൂതുണ്ട്. ഞാൻ ചെയ്യുവാൻ തുടങ്ങിയതിനെ, ഞാൻ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ, നിന്റെ തലമുറയോട് അരുളി ചെയ്തതിനെ ഞാൻ നിവർത്തീകരിക്കുമെന്ന് എത്ര പേർ ഇന്ന് രാവിലെ ഉറച്ചു വിശ്വസിക്കുകയാണ്? രാവിലെ ഞാൻ നിർത്തട്ടെ. കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ വ്യർത്ഥമല്ല. അത് നിങ്ങൾക്ക് നന്മയാ. സ്തോത്രം. ഈ വാക്യം ഒന്നും കൂടെ നിങ്ങൾ ദൈവത്തെ മക്കൾ ശ്രദ്ധിച്ചേ. ഐ എം ഷുവർ അബൌട്ട് ദിസ്. The one who started good work in you, he will stay with you to complete the job by the day of Christ Jesus.